ഹലോ ഫ്രണ്ട്സ്, പെറ്റ്സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ അറിയാം, നമ്മുടെ അനാക്കോണ്ടനെ മാറ്റണ്ടേ, അനാക്കോണ്ടനെ വലിയ കൂട്ടിലേക്ക് മാറ്റണമെന്നുണ്ട്. നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ട് ഇത്രയും ദിവസമായി മറ്റേ അനാക്കോണ്ട ഫുഡ് എടുത്തിട്ട് കേട്ടോ, അരാപ്പയ്മെന്ന് അറിയാണ്ട് പറഞ്ഞു. അപ്പോൾ നമുക്കുണ്ടല്ല നല്ല അത്യാവശ്യം ആഴമുള്ള എന്ന് പറഞ്ഞാൽ അനാക്കോണ്ട മുങ്ങി താഴെ പോകുന്ന ഇതുണ്ടാ, ഇത്രയും സൈസ് ഉണ്ട് അനാക്കോണ്ടക്ക് കംപ്ലീറ്റ്ലി വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി നിൽക്കാനുള്ള സൗകര്യമുള്ള പിന്നെ എൻക്ലോഷറിലേക്ക് നമ്മൾ മാറ്റിയെന്ന്. അതുപോലെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. മേലേക്ക് നമ്മൾ നല്ല രീതിയിൽ പ്ലാന്റും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നതാണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഇത്രയും നാളും അർജൻറ്റീൻ ടെഗു ഉണ്ടായത്. അപ്പോൾ നമ്മൾ ടെഗുവിനെ തൽക്കാലം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് 2 ഏരിയ ഉള്ളത് കേട്ടോ. ഇപ്പോൾ ഇവിടെ കാണിച്ചോ, ഒന്ന് നമ്മൾ ശരിക്കും നല്ല വെള്ളം, പിന്നെ നല്ല വെറ്റ് ഏരിയ, പിന്നെ ഒന്ന് ഡ്രൈ ഏരിയ. ഈ 3 സിസ്റ്റവും ഇതിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി ഇതിൽ കംഫർട്ടായതിന് ശേഷം നമുക്ക് അനാക്കോണ്ടൊക്കെ ഫീഡ് ചെയ്യാം. എന്നാൽ ഇപ്പോൾ ഫീഡ് എങ്ങനെ എടുക്കുന്നില്ല ഉപരി, നമ്മൾ നല്ല രീതിയിൽ ഫീഡ് എടുക്കാൻ നോക്കിയിട്ട് എടുക്കുന്നില്ല. ഇതെന്താണ് ഇതാ പിന്നെ അനാക്കോണ്ടനെ എടുക്കാനുള്ള സ്റ്റിക്കും കാര്യങ്ങളെല്ലാം ഇതെവിടുന്ന് വാങ്ങിയേ? ഓൺലൈൻ വാങ്ങിച്ചതാ. അയവ നമുക്ക് പിന്നെ റെസ്ക്യൂ ചെയ്യാനുള്ള ലൈസൻസും കാര്യങ്ങളെല്ലാം കിട്ടിയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അതിൻ്റെ പരിപാടിയും കൂടി നോക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കിറ്റും കാര്യങ്ങളെല്ലാം വാങ്ങിയതാണ്. ഇതാകുമ്പോൾ നമ്മൾ പാമ്പിന് ഡാമേജ് ആവില്ലല്ലേ എടുക്കുമ്പോൾ. ഇത് കൊള്ളാം. ഇതുണ്ടാ ഇതിൻ്റെ അറ്റം നോക്കിയേ, നമ്മൾ ചിലപ്പോൾ പിടിക്കുമ്പോൾ ഇരുമ്പിൻ്റെ ഇതിങ്ങനെ പാമ്പിൻ്റെ സ്കിന്നിന് തട്ടിയിട്ട് അതിൻ്റെ സ്കെയിലിന് കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇതങ്ങനെ ഡാമേജ് ഒന്നും ആവില്ല കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് ആദ്യത്തെ പരീക്ഷണം നമ്മുടെ അനാക്കോണ്ടനകത്ത് ഉണ്ടാകും. നമ്മൾ ഇതുവരെ കിറ്റൊന്നും ഇട്ടിച്ചൊന്നല്ല നോർമലി പാമ്പിനൊന്ന് ഹാൻഡിൽ ചെയ്തത്. ആദ്യമായിട്ട് ഇരിക്കുന്നുണ്ടേ. ഓക്കെ, എന്താണ് മോര് പിടിക്കുന്നുണ്ടാ? മോര്. ഓക്കെ, ഈ ഒരു നമുക്ക് ഇവനെ കൊണ്ട് എന്തെങ്കിലും കുഴപ്പിച്ചാലോ? പിടിക്കോ? ഇല്ല, പിടിക്കൂല. എലിനെ പിടിക്കുക, എലിന ഇല്ല. ഇതെങ്കിൽ വാങ്ങിക്കോ. ഇല്ല, പിടിക്കൂല. കൊടുക്കണ തിന്നാൻ ഇല്ല, പേടിയാ. പൂച്ച പിടിക്കും. കൂട്ടല്ലേ അടിച്ച് കൊല്ലണമെന്നല്ല പറയുന്നത് പടച്ചോനെ. ഓക്കെ, പിന്നെ മുന്നേ നമ്മുടെ എല്ലിനെ മറ്റേ തല്ലിക്കൊല്ലുന്ന വീഡിയോ ഇട്ടിട്ടില്ല, അതാ പറയുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം കൂടെ നമുക്ക് മീൻ ഫുഡ് കൊടുക്കൂലേ? ആ കൊടുക്കും. ഓക്കെ, ബാ. പിന്നെ നമ്മുടെ സഫാൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ടാ, ഭയങ്കര ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കൊടുക്കുന്നേ. സഫാനും ആദ്യം സംസാരിക്കുക, ഇവരെ ആക്ഷനും കൂടി പിന്നെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഇവർ സംസാരിക്കുന്നതാണ് നല്ല രസം. ഓക്കെ, സഫാനെ കുറച്ച് ഫുഡ് കൊണ്ടോ. അവന് ആദ്യം മോരും എടുത്തിട്ട് ഇറങ്ങിയാണ് കേട്ടോ. അവന് ഈ മോരെല്ലാം ഭയങ്കര ഇഷ്ടം. കൊടുക്കും, നോക്കട്ടെ. പൊന്നിക്കണോ? ഓക്കെ. അയ്യവാ, ചെക്കൻ സെറ്റായി പോയേ. ആദ്യം ഇതൊന്നും ഒരു ഇഷ്ടമില്ലാത്ത മനുഷ്യനുണ്ടായിരുന്ന ചിരിയണ്ടാ. ഓക്കെ, ഫിനിഷ്. വേറൊരു സംഭവം കാണിച്ചു തരാം. ഇങ്ങോട്ടോ ഇതണ്ടാ, ആദ്യൻ്റെ മോതിരം കണ്ടാ? ആദ്യം പേര് എഴുതിയിട്ടുള്ള മോതിരമുണ്ട്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യൻ്റെ ഫ്രണ്ടിന് മോതിരം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മോതിരം ഉണ്ടാക്കി കൊടുത്താന്നേ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക്. അപ്പോൾ പിന്നെ ആദ്യം പറഞ്ഞ് എനിക്കൊരു മോതിരം വേണം, ആദ്യക്ക് മോതിരം കൊണ്ടുവരും. അപ്പോൾ ഇവരൊരു നിഷ്കളങ്കമായ കാര്യം ഞാൻ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ ആദ്യൻ്റെ വേറെ ഫ്രണ്ട്സ് പിന്നെ മോതിരം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വലിയ പൈസ ആവും പിന്നെ എന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഞാൻ പിന്നെ അത് വിട്ട് ഞാൻ പിന്നെ അത് ഉണ്ട്. ഒരു ദിവസം ഉണ്ട് ആദ്യം എന്നോട് വന്നിട്ട് പറയുന്നത്, എൻ്റെ അടുത്ത് 2 ആൾ പൈസ വന്നിട്ടുണ്ട്, മോതിരം വേണം. ഞാൻ വിചാരിച്ച് പഠിച്ചോനെ. എന്നിട്ട് ഒരാൾ 25 പൈസയും ഒരാൾ 10 രൂപയും. അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകവും തോന്നി, അതുപോലെ ഭയങ്കര സങ്കടവും തോന്നി. എന്നാൽ ഇവർക്ക് അതിനെക്കുറിച്ചിട്ടുള്ള വാല്യൂ അറിയാത്തതുകൊണ്ടല്ലേ. അപ്പോൾ എനിക്ക് നമ്മൾ എന്തായാലും പിന്നെ അത് കേട്ടപ്പോൾ ഞാനിങ്ങനെ, അപ്പോൾ ഇവർക്കും അത് എത്ര എമൗണ്ടിനാന്ന് കിട്ടുക അതൊന്നും അറിയില്ലല്ലോ.
അത് എനിക്ക് ഭയങ്കര കൗതുകമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ജസ്റ്റ് അതിങ്ങനെ പറയുമ്പോൾ ആയത് ഓളത്തിൽ ഞാൻ പറഞ്ഞാണ്. അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? എനിക്ക് ഇറങ്ങണം പോലും, ഇനി പെട്ടെന്ന് മടുക്കും. അപ്പോൾ പിന്നെ ഞാൻ അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയേ? ആകെ വിഷമമില്ല, എനിക്കൊരു മോതിരം കൊടുത്തേക്കാന്നൊക്കെ തോന്നിയില്ല. അതേപോലെ എനിക്കും തോന്നിയിട്ടോ. അപ്പോൾ ഞാൻ രണ്ടാൾക്കും മോതിരം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോട് പറഞ്ഞു എന്നെല്ലാവരോടും പോയി പറഞ്ഞേക്കല്ലാന്ന് പറഞ്ഞു. സംഭവം പിന്നെ എന്താ പറയുക, എന്നെ കുറേ ചിന്തിപ്പിച്ചു. അത് നിങ്ങൾക്കും ചിലപ്പോൾ കേൾക്കുമ്പോൾ അങ്ങനെ തോന്നിക്കൂടായില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത ചില ആംഗിളല്ലേ ഇതൊക്കെ, നമ്മൾ അങ്ങനെ തീരെ മനസ്സിലാവാത്ത, എന്നാൽ ഇതിനെക്കുറിച്ചിട്ട് ധാരണയൊന്നുമില്ലാത്ത. ഇപ്പോൾ ആദ്യം ഇപ്പോൾ 8ാം ക്ലാസ്സിലും 9ലേക്കാണ് ഇപ്പോൾ അടുത്ത് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താ പറയുക, അവരുടെ അറിവുകൾക്കെല്ലാം ഒരു പരിമിതിയുണ്ട്. ആ ഒരു ചുറ്റുവട്ടം എന്ന് പറയുന്നത് ഭയങ്കര നിഷ്കളങ്കമായ ഒരു ചുറ്റുപാടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നില്ല ബാക്കിയിലെ ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും അങ്ങനെ മനസ്സിലാവാണ്ടിരിക്കും. ഇപ്പം എനിക്കും മരുമക്കളും വേറെ കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊരു വേറെ ലെവലാണ്. ഈ കുട്ടികളെന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി നിഷ്കളങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അതെങ്ങനെ പറയലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇവരുടെ കൂടെ. ഞാൻ ചിലപ്പോൾ എൻ്റെ മോൻ ആദ്യം പഠിക്കുന്നത് ഡോൺ ബോസ്കോ കാരക്കുണ്ട് സ്കൂളിലാണ്. അപ്പോൾ അവിടെ ആരാപ്പയ്മക്ക് ഫുഡ് കൊടുത്ത സൗണ്ട് കേട്ടെ, ശബ്ദം കേട്ടോ. ഓക്കെ. അപ്പോൾ പിന്നെ കാരക്കുണ്ട് സ്കൂളിൽ പഠിക്കും. അപ്പോൾ അവിടെ മീറ്റിങ്ങിലെല്ലാം പോയാലും കുറേ കുട്ടികളെല്ലാം കാണാനും അതുപോലെ സംസാരിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളായിട്ട് സംസാരമുള്ളവർക്ക് ഞാൻ പറയുന്ന കാര്യം പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അവർ ലൈഫിലുള്ള ഒരു വേറെ ആംഗിളാണ്. ഭയങ്കര രസവും അതുപോലെ നമുക്ക് കാണുമ്പോൾ സങ്കടവും ഇതൊക്കെ തോന്നും. പക്ഷേ അവരുടെ ലോകത്ത് അതൊന്നും ഇല്ല കേട്ടോ. ഫുൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയും കാര്യങ്ങളെല്ലാം തന്നെ. അവർ വേറെ രസം. ഓക്കെ. അപ്പോൾ ഞാനും അതിനങ്ങനെ കാണല്ലോ കേട്ടോ. ഫുൾ എൻജോയ്മെൻറ്റ്. അതേപോലെ നമ്മളെ ടെഗുവിനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടേ. നീ ടെഗു ഫുഡ് കഴിക്കുന്നതാണ് എനിക്ക് കാണിച്ചു തരാം. ഓനിക്ക് കാണിച്ചു കൊടുക്കാൻ നല്ല രസം. ടെഗുവേടെ പോയാ. ആ ടെഗുവിന് നമുക്ക് പിന്നെ മൈസിനൊക്കെ കൊടുക്കാം. അതുപോലെ ആരാപ്പയ്മ തന്നെ പറഞ്ഞു നമുക്ക് അനാക്കോണ്ടനെ ഇവിടെ വന്നിട്ട് കൊണ്ടാക്കാം. അനാക്കോണ്ടനെ എന്താണ് കഴിഞ്ഞ പ്രാവശ്യം ബോർഡ് വെക്കാത്തതിന് പ്രശ്നം പറഞ്ഞിട്ടില്ലേ, ഈ പ്രാവശ്യം പിന്നെ പാമ്പിന് മാറ്റുന്നതിന് മുമ്പ് നമ്മൾ ബോർഡ് എഴുതി ഒട്ടിച്ചിട്ടാ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീഡിയോയിൽ ഒരു പിന്നെ ഏച്ചി നമ്മൾ ഊക്കിയിട്ടുണ്ടായി. ഇത് കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് തോന്നുന്നത്. ഓക്കെ. അതുപോലെ നമുക്ക് ടെഗുവിന് ഫുഡ് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് വേംസ്, നമ്മുടെ കുറേ നാളെയില്ലേ നമ്മുടെ ടെറൻറ്റുലൊക്കെ ഫുഡ് കൊടുക്കുന്നത് കാണിച്ചിട്ട് അപ്പോൾ കൊടുക്കാം. അതുപോലെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവം കാണിച്ചു തരാനല്ലോ നമ്മുടെ ഇതെല്ലാം നമ്മുടെ ഹരിൻ്റെ കലാവിരുദ്ധമാണ് കേട്ടോ. സാധാരണ നമ്മളെ പിന്നെ പ്ലക്കർ ഇതൊക്കെ ഇടുന്നുണ്ട്, പക്ഷെ എന്നാലും ഓനായിട്ട് കൈകൊണ്ട് ഉണ്ടാക്കി സംഭവം. അപ്പോൾ ഇതാകുമ്പോൾ ഇങ്ങനെ ഇറക്കിയാണ് കൊടുത്ത് തരാം. ഓക്കെ അല്ലേ? ഇതര ഓക്കെ അല്ലേ? ഓക്കെ. അയ്യോ കിട്ടില്ല. പിടിച്ച് ഫുഡ് എടുക്കുന്ന കണ്ടിട്ടുണ്ടോ എല്ലാവരും? ഇതാണ് ടെറൻറ്റുലൻ്റെ ഫീഡിങ്. ഇതാണ് ടെറൻറ്റുല ഫുഡ് കഴിക്കുന്ന സിസ്റ്റം കേട്ടോ. ഇങ്ങനെ മെല്ലെ നമ്മുടെ സിപ്പപ്പെല്ലാം കഴിക്കുന്ന പോലെ മെല്ലെ 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 കഴിച്ച് അങ്ങനെ എടുത്തോളൂ. അതുപോലെ നമുക്ക് ഇവർക്കും കൂടി കൊടുത്തേക്കാം. നമ്മൾ എംപറർ സ്കോർപ്പിയോണും കൂടി ഫീഡ് ചെയ്യാം. നമ്മളിപ്പോൾ ആണിയും പെണ്ണിയും മാറ്റിയിട്ടിട്ടുള്ളത് അത്യാവശ്യം ബ്രീഡാവാറായിന്ന് തോന്നിയതുകൊണ്ട് മാറ്റിയതാണേ. ഓക്കെ. അപ്പോൾ ഇവനിക്കും കൂടി ഒന്ന് ഫീഡ് ചെയ്തേക്കാം. എടുത്തില്ലേ? ഇല്ലല്ലേ? പിടിച്ചിട്ടില്ല, പിടിക്കുന്ന കാണുമല്ലോ ശരിക്കും. ഓക്കെ. അല്ല ഇവരും ഈ പറഞ്ഞ പോലെ മെല്ലനെ അത് കഴിച്ചോളൂ. രണ്ടിനും എടുത്താ? ഇല്ല. ശരിക്കും ഇങ്ങനെയെല്ലാം കാണുമ്പോൾ ഭീകര ജീവനെ പോലും ഉണ്ടല്ലേ. മറ്റേ ഇതിൽ കാണുമ്പോൾ കണ്ട കറക്റ്റ് കഴിക്കുന്നതൊക്കെ എൻ്റെ തല ഇങ്ങനെ കഴിച്ചതാ കണ്ട. അയ്യവാ
അതിങ്ങനെ മെല്ലെ മെല്ലെ തിന്ന് ഉള്ളിലേക്ക് പോയിക്കോളും. കണ്ടാ, ഇതെല്ലാം ഡിസ്കവറി ചാനലിൽ ഇങ്ങനെയെല്ലാം കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അതാണ് നമ്മുടെ പെറ്റ് സ്റ്റേഷൻ. പിന്നെന്താ പറയുക, ക്രൂരതയെല്ലാം തോന്നും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ എല്ലാം ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളാവും എന്നൊക്കെ പറയുന്നത് ഇത് തന്നെ സംഭവം. വലിയൊരു ശങ്കുണ്ട് കേട്ടോ അതിനകത്ത് വെച്ച്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ജീവനെ ഫീഡ് ചെയ്യാം, നമ്മുടെ ടെഗുവിന് കൊടുക്കോ. ഹായ് നാസറല്ലേ, എവിടെ സ്ഥലം? കട്ടിക്കുളം. ആ, വീഡിയോയിലുണ്ട് കേട്ടോ. ആ, എടുത്ത് തന്നെ ഉണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോയാലും എടുക്കുന്ന കണ്ടിട്ട് കേട്ടാ. ഇതാ ഇതാ എന്നാ ഇതെല്ലാം ചെറിയ എന്തോ കഴിച്ച പോലെ ഉള്ളത്. ഇതാ എൻ്റെ മോനെ ഒറ്റയടിക്ക് എത്ര എണ്ണം കഴിക്കാൻ നോക്കിയാ. ഇതാ ഓക്കേ. അപ്പോൾ നമുക്ക് ഇനി അനക്കോണ്ടനെ മാറ്റാം. അതിന് നമുക്കൊരു കാര്യം ചെയ്യും. ഇതിന് ഈ മൈസിനെ കണ്ടാലും ഓർമ്മ വന്നേ, നമ്മുടെ മീർക്കാറ്റിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എലി. നമുക്ക് മീർക്കാറ്റിനും കൂടി കൊടുക്കാം. ഓക്കെ ഓക്കെ, വാ. ഭയങ്കര രസമാണ്, ഓടി വരുവേ. ടിമോൺ ടിമോൺ. നമ്മളെ പിന്നെ ടിമോൺ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഞാൻ പറ്റില്ല, അന്ന് ഫീമെയിലിന് ആ മറ്റേ ഡെലിവറി സമയത്ത് കംപ്ലൈൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അത് നമുക്ക് മിസ്സായി പോയി കേട്ടോ, കിട്ടിയിട്ടില്ല. ഉണ്ടാ അതാ പിടുത്തം നോക്കിയാ. ഇവർക്ക് ഈ പ്രോട്ടീനും കാൽസ്യമെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഫുഡ് കൊടുത്താലേ കറക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ചിക്കനൊക്കെ കൊടുക്കും, എന്നാലും ഈ ലൈവായിട്ട് ഇടയ്ക്കിടയ്ക്ക് മൈസൊക്കെ കൊടുക്കും. ഓക്കെ, അതുപോലെ നമ്മൾ മങ്കീസിനൊക്കെ ചെറിയ പിങ്കീസൊക്കെ കൊടുക്കും കേട്ടോ. എല്ലാം മങ്കി ഇതെല്ലാം ചെറിയ ചെറിയതാ. ഇത് ഇത്രയുള്ളത് കഴിക്കൂലേ, ഇത് വലുതായിപ്പോയി ചെറിയത്. എന്താ ഇഷ്ടത്തോടെ ഒന്ന് നോക്കുന്നുണ്ടാ, പക്ഷേ ഇത് ഇവർക്ക് കൊടുക്കില്ല. ഇവർക്ക് ചെറിയ പിങ്കീസ് മാത്രമേ കൊടുക്കുവേ. പക്ഷേ കഴിഞ്ഞാൽ അത് കുറച്ച് സ്ലോ ആയിരിക്കും. അത് വീഡിയോയിൽ കറക്റ്റ് കിട്ടിയില്ല എന്ന് തോന്നുന്നു. കിട്ടിനാ കിട്ടിയില്ല. അപ്പോൾ ഒന്നും കൂടി എന്നാൽ തിന്ന് കഴിയട്ടെ, എൻ്റെ ഒന്നും കൂടി കൊടുക്കാം. അത് വീഡിയോയിൽ കറക്റ്റ് കിട്ടിയില്ല അല്ലേ, അപ്പോൾ ഒന്നും കൂടി നമ്മൾ കൊടുക്കണ്ടേ. വീഡിയോയിൽ ഇതാ കറക്റ്റ് നോക്കിയാൽ മതി സാറേ. ഇതാ എടുത്ത് ഓടി. പിന്നെ ഒരു ഫീമെയിലിനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇതുവരെ കിട്ടിയില്ല. അതിൻ്റെ ഒരു പേരായാലും കുഴപ്പമില്ല, നമ്മൾ ഒരുമിച്ചിടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ എടുക്കുമ്പോൾ വീഡിയോയിൽ കറക്റ്റ് കിട്ടൂല, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് തന്നെ എടുക്കണം. ഒരു മിനിറ്റ് തുറക്കാം. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മളെ കണ്ണം പോയതിന് ശേഷം ഇവന്മാർ രാജുവും രാധി അത്യാവശ്യം പിന്നെ വലുപ്പം വരുന്നുണ്ട്. നമ്മളെ കണ്ണൻ്റെ ഹൈറ്റല്ല, കണ്ണനേക്കാൾ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. അധികം ഹൈറ്റ് ആവില്ല എന്ന് വിചാരിക്കുന്നു. ബടാ ബട 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 ഇവർ ഇറങ്ങി ഓടുന്നതാണ് നല്ല രസമാണ്. ബാ 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 നമുക്കൊന്ന് ചാടിക്കാം പുറത്തേക്ക്. ഒരേ ഓട്ടം.
അതാ രണ്ടാളും ഇറങ്ങി. തീറ്റ തന്നെ തീറ്റ. നാളെ രീതിയിൽ ഓടാൻ അത്ര താല്പര്യപ്പെടുന്നത് ഇതാണ് ഇന്ന് ഇപ്പം ഇതാ പുല്ലുതാ. ഓക്കെ വായിച്ചോ. അത് പാളിപ്പോയി അല്ലേ? അത് പാളിപ്പോയി പോട്ടെ. ഓക്കെ, അല്ലെങ്കിലും കുറേ ആളുണ്ടാകുമ്പോൾ വിട്ടാൽ നമുക്കൊരു ചെറിയ പേടി ഇല്ലാണ്ടില്ല. നമ്മുടെ ഹണീൻ്റെ പുല്ലാന്നേ ഇവർ കഴിക്കുന്നു. രസമുണ്ടല്ലേ, ഭംഗിയുണ്ടല്ലേ. ഓക്കേ, അപ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെയുള്ളത് കേട്ടോ. നമുക്ക് പാമ്പിന് ഈസി ആയിട്ട് പിടിക്കുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് അറിയാം. ജസ്റ്റ് നമുക്ക് കയ്യിലെടുക്കുക, ഇതാ കടിക്കുന്നുണ്ടാ, അറ്റാക്ക് ചെയ്യുന്നുണ്ടാ. ഈസി ഈസി വാ. തുറന്നറ. കൊണ്ട് തട്ടിക്കും. പോട്ട് 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 വെള്ളത്തിൽ പോട്ട്. ആ പോയിക്കോ പോയിക്കോ. ആ എന്താ അടിക്കുന്നുണ്ടോ? ഒറ്റയ്ക്ക് ഈ അനാക്കോണ്ടൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എല്ലാ പാമ്പിനെയും നമുക്ക് മൈൻഡ് സെറ്റ് പെട്ടെന്ന് റീഡ് ചെയ്യാൻ പറ്റും. ഇതൊരു രക്ഷയില്ല, ഏത് സമയത്താണ് ഇത് മാറാമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ നോക്കി ഇപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിക്ക് എടുത്തിട്ട് പിടിക്കാൻ കാരണം എന്താ അറിയോ, ഇപ്പോൾ എനിക്കും ഒരു 2 കടി കിട്ടി, നമ്മുടെ ആപ്പിക്കും 2 കടി കിട്ടി. അപ്പോൾ കടി കിട്ടുന്നത് നമ്മൾ വീഡിയോയിൽ കാണിക്കേണ്ട എന്തിനാണ് ഇങ്ങനത്തെ രീതിയിലുള്ള സാധനത്തിനൊക്കെ വളർത്തുന്നൊക്കെ കമൻറ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റിക്ക് എടുത്തിട്ട് സാധാരണ അതിനൊരു പ്രോപ്പർ രീതിയിൽ നമ്മൾ കാണിച്ചു കേട്ടോ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ചിലത് കാണിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വെള്ളത്തിലേക്ക് മെല്ലനെ ആനയിക്കാം അല്ലേ? ഓക്കെ, ഇവിടെയും ചെറിയൊരു വെറ്റ് ഏരിയ ഉണ്ടായിരുന്നു. സംഭവം നമ്മൾ കോക്കോപ്പീറ്റും കാര്യങ്ങളിൽ ചെറിയ രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു വെറ്റ് ഏരിയ ഉണ്ടാക്കും. അവിടെ ഫുള്ള് വെള്ളത്തിൻ്റെ തന്നെ, പിന്നെ നമ്മളൊരു ഡ്രൈ ഏരിയ. ഓക്കെ, സെറ്റ്. അവിടെയൊക്കെ കുറച്ച് ബബിൾസും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് ഫീഡ് ചെയ്യുന്നത്, ഇനി ഈ എൻക്ലോഷറിൽ കിടന്നിട്ട് അവൻ സെറ്റിലായില്ലെങ്കിൽ നമുക്കൊന്നും കൂടി ഫീഡ് ചെയ്യുന്നത് കാണിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ശനിയാഴ്ച കാണാം. ഓക്കെ, സെറ്റല്ലേ? ഓക്കെ, ബൈ.